നമസ്കാരം ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നിഫ്റ്റി ബീസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, ഇൻഡെക്സ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, അവയും മ്യൂച്വൽ ഫണ്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കൂടാതെ നിഫ്റ്റി ബീസിനെ കുറിച്ച് തീരെ അറിയാത്തവർക്ക് വേണ്ടി നിഫ്റ്റി ബീസ് അതെന്താണ് എന്നുള്ളതെല്ലാമാണ് ഇന്നത്തെ വിഷയം. നിഫ്റ്റി ബീസ് എന്ന് പറയുന്നത് നിഫ്റ്റി ബെഞ്ച്മാർക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് സ്കീം എന്നുള്ളതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ്. അപ്പം നിഫ്റ്റി കഴിഞ്ഞിട്ട് BEES എന്നുള്ളതിൻ്റെ ആദ്യത്തത് BE എന്നുള്ളത് ബെഞ്ച് മാർക്കിൻ്റെയാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഈ ലോവർ കേസ് സ്മോൾ ലെറ്ററിൽ കൊടുത്തിട്ടുള്ളത്. എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് സ്കീം. അങ്ങനെയാണ് നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞത്. 2002 ജാനുവരി 8 ഇത് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് NSEയുടെ ഡേറ്റ പറയുന്നത്. അപ്പോൾ അന്ന് നിപ്പണാണ് ബീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ETF പലതും വന്നു ഇതേ തന്നെ. അപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് അവ എന്താണെന്നുള്ളത് ഫസ്റ്റ് ആദ്യം ഞാൻ പറയാം. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡെക്സോ അല്ലെങ്കിൽ ഗോൾഡോ, ഇപ്പം ബാങ്ക് നിഫ്റ്റി ഇങ്ങനെയൊക്കെയുള്ള പല പല ഇൻഡെക്സുകളുണ്ട്, ബെഞ്ച് മാർക്ക് ഇൻഡെക്സ്. ഇപ്പം ഈ ബെഞ്ച് മാർക്കുകളോ അല്ലെങ്കിൽ ഇൻഡെക്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ലിങ്ക് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവ കാണാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബെഞ്ച് മാർക്ക് നമുക്ക് സാധാരണ രീതിയിൽ ഇതേപോലത്തുള്ള ബെഞ്ച് മാർക്കോ ഇൻഡെക്സോ നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല. അത് വാങ്ങിക്കണമെങ്കിലോ ഫ്യൂച്ചേഴ്സിൽ മാത്രമേ ഉള്ളൂ. കാരണം അവ എന്ന് പറയുന്നത് ഒരു സൂചകം മാത്രമാണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ മാത്രമേ ഇത് നമുക്ക് വാങ്ങിക്കാൻ കഴിയൂ. അപ്പോൾ ഫ്യൂച്ചേഴ്സിൽ വാങ്ങിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ എക്സ്പയറി ഒക്കെ നോക്കണം, പിന്നെ വലിയ പൈസ കൊടുക്കണം, കാരണം മാർജിൻ ഉൾപ്പെടെ വലിയൊരു പണം നമ്മൾ ചിലവഴിക്കണം. അപ്പോൾ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്നത് ഇൻഡെക്സുകളെ കുറിച്ചാണ്, ഗോൾഡും അങ്ങനെയുള്ളതിനെ കുറിച്ചൊന്നുമല്ല. ഏകദേശം ഒരു 20-25 എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട്. കൺസംഷനിൽ, ഇൻഫ്രാസ്ട്രക്ചറിൽ, ബാങ്ക് എക്സ്, PSU ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഈ പറഞ്ഞതുപോലെ നിഫ്റ്റിക്ക് ഉള്ള ആ ഒരു ഇൻഡെക്സ് അവ സാധാരണക്കാർക്ക് സ്റ്റോക്കുകൾ പോലെ വാങ്ങാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്. എന്ന് പറയുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ഇവ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏകദേശം അതേ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ ഈ പറഞ്ഞതുപോലെ വളരെ ഫ്രീലി ട്രേഡബിൾ അല്ല. ഇത് പക്ഷേ ഫ്രീലി ട്രേഡബിൾ ആണ്. കൂടാതെ ഇവ വളരെ ട്രാൻസ്പെറൻറ്റുമാണ്. ഏതൊക്കെ കമ്പനികളുടെ ഷെയറുകളാണ് ഇതിൻ്റെ അകത്ത് ഓരോ ഇതും ഹോൾഡ് ചെയ്യുന്നതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ വെറുതെ നിഫ്റ്റിയുടെ ആ ഒരു ഇൻഡെക്സ് മാത്രം ചെന്ന് നോക്കിയാൽ മതി. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ നിഫ്റ്റി ബീസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിഫ്റ്റി ബീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നിഫ്റ്റി 50 സ്റ്റാൻഡേർഡ് ആൻഡ് പുവറിൻ്റെ നിഫ്റ്റി 50യിലുള്ള 50 കമ്പനികൾ, ആ കമ്പനികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി, അതിലുള്ള കമ്പനികൾ തന്നെയാണ് ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സും ഹോൾഡ് ചെയ്യുന്നത്. അത് നിഫ്റ്റി ബീസ് ആകട്ടെ, വേറെ ഏതെങ്കിലും നിഫ്റ്റി ഇൻഡെക്സ് ട്രേഡഡ് ഫണ്ട്സോ ആകട്ടെ. അപ്പോൾ ഇത് സ്റ്റോക്ക് പോലെ നമുക്ക് വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് എക്കാലവും വെക്കാൻ കഴിയും. എക്സ്പയറിയെക്കുറിച്ചൊന്നും ബോധർ ചെയ്യാതെ വെക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഇറങ്ങണമെങ്കിൽ കുറേ പണം വേണം. ഇതത് വേണ്ട. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ 10-1. അതായത് നിഫ്റ്റി ഇപ്പം 20,000-ലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ വില 20,000-ൻ്റെ 10-1 അതായത് 2,000 രൂപയായിരിക്കും. അപ്പോൾ വെറും 2,000 രൂപ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റി 50, അതായത് നിഫ്റ്റിയിലെ 50 കമ്പനികളിലെയും സ്റ്റോക്ക് കുറച്ച് വാങ്ങിച്ചതിൻ്റെ തുല്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും. അഥവാ ഇന്ത്യയിലെ മികച്ച 50 കമ്പനികളുടെ വിലയിലുള്ള മാറ്റങ്ങൾ നമ്മളുടെ നിക്ഷേപത്തിൽ പ്രതിഫലിക്കും. US മാർക്കറ്റ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് പാർഷ്യലായിട്ട് ഷെയറുകൾ വാങ്ങിക്കാം. ഉദാഹരണമായിട്ട് ഇപ്പം ആമസോൺ നമ്മൾ വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഷെയറിന് ഇപ്പോൾ 1 ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ പെട്രോളൊക്കെ നമ്മൾ അടിക്കുന്ന പോലെ 1 ലിറ്ററോ 2 ലിറ്ററോ ആയിട്ട് മാത്രമല്ല അടിക്കാൻ പറ്റുന്നത്. 500 രൂപയ്ക്ക് 200 രൂപയ്ക്ക് രൂപ കണക്കാക്കി അടിക്കാം. അതേപോലെ തന്നെ US മാർക്കറ്റ്സിൻ്റെ അകത്തൊക്കെ നമുക്ക് ഫ്രാക്ഷൻ ഷെയർസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇന്ത്യയിലില്ല. ഇവിടെ നമുക്ക് ആ ഒരു കൺവീനിയൻസ് ആണ് ലഭിക്കുന്നത്. നമുക്ക് ഫ്രാക്ഷനായിട്ട് വാങ്ങിക്കാൻ കഴിയുമെന്നുള്ള കൺവീനിയൻസ്, ഓരോ ഷെയറിൻ്റെയും ഫ്രാക്ഷനായി വാങ്ങിക്കാൻ കഴിയുന്ന കൺവീനിയൻസ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിഫ്റ്റി 50യിലുള്ള 50 സ്റ്റോക്കുകളും നിങ്ങൾ ഒരെണ്ണമെങ്കിലും വാങ്ങിക്കണമെങ്കിൽ എന്തുമാത്രം പണം നിങ്ങൾക്ക് ചിലവഴിക്കേണ്ടി വരും. റിലയൻസിൻ്റെ ഒരു ഷെയർ വാങ്ങിക്കുമ്പോൾ തന്നെ 2,500 രൂപയോളം കയ്യിൽ നിന്നും പോയി. പിന്നെ TCSO, ITCO ഇവയെല്ലാം ഓരോന്നും ഇതും വാങ്ങിക്കുക എന്ന് കരുതുക. ഇതെല്ലാം ഓരോന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തുമാത്രം പണം വേണം. അപ്പോൾ ഇതൊരു എക്കണോമിക്കലായിട്ട്, ചുരുങ്ങിയ പണത്തിൽ നിങ്ങൾക്ക് എക്കണോമിക്കലായിട്ട് വാങ്ങിക്കാൻ കഴിയുന്ന, അഥവാ നിഫ്റ്റിയിലേക്ക് ഡയറക്റ്റായിട്ട് എക്സ്പോസ്ഡ് ആവാൻ കഴിയുന്ന ഒരു അവസരമാണ് നിഫ്റ്റി 50യിൽ തരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, ഇൻഡെക്സ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടില്ലേ, അതുപോലെ
ഇൻഡെക്സ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് എപ്പോഴും മാനേജ് ചെയ്യാൻ കുറച്ച് കൂടുതൽ പണം ചിലവാകും. അതായത് എക്സ്പെൻസ് റേഷ്യോ പലപ്പോഴും വളരെ കൂടുതലായിരിക്കും. നിഫ്റ്റി ബീസോ ഇതുപോലെയുള്ള ETF-കൾക്കൊക്കെ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. കാരണം ഇതിനകത്ത് വലിയൊരു ഫണ്ട് മാനേജറോ ഇതിൻ്റെ ഒന്നും വലിയ ആവശ്യങ്ങളൊന്നുമില്ല. നിഫ്റ്റിയുള്ള ഏതൊക്കെ സ്റ്റോക്കുകളാണോ അത് മാത്രം വാങ്ങിച്ച് സൂക്ഷിക്കുക. നിഫ്റ്റിയുള്ള സ്റ്റോക്കുകളൊക്കെ ഏതെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ NSE മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് മാറ്റി പ്രതിഷ്ഠിക്കുക. അത്രയ്ക്ക് മാത്രമേ അതിൻ്റെ അത് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പെൻസ് ഫണ്ടിൻ്റെ അസറ്റ് മാനേജറുടെ എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡെക്സ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടും ഈ നിഫ്റ്റി ബീസോ അല്ലെങ്കിൽ നിഫ്റ്റി ETF-ഓ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിയൽ ടൈം പ്രൈസ് ഡിസ്കവറി ഈ നിഫ്റ്റി ETF-കൾക്ക് സാധ്യമാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിന് സാധ്യമല്ല. നമുക്കറിയുന്ന പോലെ തന്നെ മുൻപത്തെ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് വെച്ചിട്ടാണ് നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത്. ഇത് അങ്ങനെയല്ല. ഇത് നമ്മുടെ സ്റ്റോക്കുകളുടെ വില നിലവാരം മാറുന്ന പോലെ തന്നെ ഓരോ സെക്കൻഡിലോ ഓരോ മൈക്രോ സെക്കൻഡിലോ ഒക്കെ വിലകൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കുന്നത് പോലെയും വിൽക്കുന്നത് പോലെയും ഈ കാര്യങ്ങൾ ഈ ETF-കൾ നിഫ്റ്റി ബീസോ അതുപോലുള്ള ഇൻഡെക്സ് ബേസ്ഡ് ETF-കൾ നമുക്ക് വാങ്ങിക്കാനും വിൽക്കാനും കഴിയും. മ്യൂച്വൽ ഫണ്ടുകളെ പോലെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഡൈവേഴ്സിഫിക്കേഷനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നിഫ്റ്റിയിൽ തന്നെ ഫാർമ, IT, മാനുഫാക്ചറിങ്, ഇൻഫ്രാസ്ട്രക്ചർ, റിയാലിറ്റി ഇങ്ങനെയുള്ളത് എല്ലാത്തിൻ്റെയും കൂടിയുള്ള സമ്മിശ്രമായിട്ടുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് വൈവിധ്യവൽക്കരിച്ചിട്ടുള്ള കമ്പനികളെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബാലൻസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ബാലൻസ്ഡായി ലഭിച്ച ഒരു പോർട്ട്ഫോളിയോയുടെ ഒരു കഷ്ണം നമുക്ക് കിട്ടിയതുപോലത്തെ ഒരു ഗുണമാണ് നമുക്ക് നിഫ്റ്റി ബീസ് നിഫ്റ്റി ETF-കൾക്കൊക്കെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ഗുണം. മറ്റൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾക്ക് പലപ്പോഴും ഫണ്ട് മാനേജർ ഉണ്ടാവും, അവിടെ ഒരു അനലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെയൊക്കെ പലപ്പോഴും പക്ഷപാതപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ പലപ്പോഴും ഫണ്ടിനൊരിക്കലും നല്ലതല്ലാത്ത ഒരു ബാധ്യതയാണ് ഏൽപ്പിക്കാറ്. നമ്മൾ പല കേസുകൾ പല ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില പ്രത്യേക ഫണ്ട് മാനേജേഴ്സിൻ്റെ പക്ഷപാതപരമായ തീരുമാനങ്ങൾ കാരണം ഈ ഫണ്ടിലേക്ക് വേറെ ചില കമ്പനികൾ നല്ലതല്ലാത്ത കമ്പനികളുടെ പോലും ഷെയറുകൾ വാങ്ങപ്പെട്ടു. അതും പ്രപ്പോർഷണൽ അല്ലാതെ വാങ്ങപ്പെട്ടു. അതുകൊണ്ട് ആ ഷെയറിൻ്റെ വില മാർക്കറ്റിൽ ഉയർന്നു. കാരണം ഒരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ വാങ്ങിയതിൻ്റെ ഫലമായി അതിന് ഡിമാൻഡ് കൂടി പെട്ടെന്ന് ഉയർന്നു. ചിലപ്പോൾ അയാൾക്കും മറ്റെന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാകാം, പ്രൈവറ്റ് ഹോൾഡിങ്ങോ അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടാകാം. പക്ഷേ എന്തായാലും അതിന് ഉയർന്നു. പക്ഷേ അതിനുശേഷം അത് താഴേക്ക് കൂപ്പുകുത്തി. അപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച നിക്ഷേപകരുടെ പണം കുറച്ച് നഷ്ടപ്പെട്ടു. പക്ഷേ നിഫ്റ്റി ബീസ് പോലെയോ അല്ലെങ്കിൽ നിഫ്റ്റി ETF-കൾക്കോ ഇങ്ങനത്തെ ഒരു സംഭവം സംഭവിക്കാനില്ല. കാരണം വളരെ ട്രാൻസ്പെറൻ്റാണ്, വളരെ സുതാര്യമാണ്. ആകെയുള്ളത് നിഫ്റ്റിയിലുള്ള അതേ പ്രപ്പോർഷനിൽ, അതേ അനുപാതത്തിൽ, അതേ കമ്പനികൾ വാങ്ങിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഫണ്ട് മാനേജറുടെ ആകെയുള്ള ജോലി. അതിൻ്റെ അപ്പുറത്തേക്കുമില്ല ഇപ്പുറത്തേക്കുമില്ല. അതുകൊണ്ട് തന്നെ ഫണ്ട് മാനേജറുടെ പക്ഷപാതപരമായ തീരുമാനങ്ങൾ ഇവയെ ബാധിക്കില്ല. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഒരു 11:30 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അത് റിഡീം ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇത് നമുക്ക് സ്റ്റോക്ക് വാങ്ങിക്കുന്ന പോലെ തന്നെ വാങ്ങിക്കാം, അപ്പം തന്നെ വിൽക്കാം. അങ്ങനെയുള്ളൊരു വലിയൊരു ലിക്വിഡിറ്റി അതിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒക്കെ കൊടുക്കണം എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എന്നാലും അങ്ങനത്തെ ഒരു ലിക്വിഡിറ്റി അതിൻ്റെ അകത്ത് നിലനിൽക്കുന്നു. അപ്പോൾ ഈ നിഫ്റ്റി ബീസോ അല്ലെങ്കിൽ നിഫ്റ്റി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സോ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിപ്പണാണ് ആദ്യമായിട്ട് ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് നിഫ്റ്റി ബെഞ്ച് മാർക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും അവയ്ക്ക് ശേഷം നിഫ്റ്റി ETF വേറെയും കുറച്ച് കമ്പനികൾ HDFC, IDFC, ആക്സിസ് ഒക്കെ പോലത്തെ പലരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഇതിൻ്റെ അകത്തുള്ളൊരു ചെറിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞിട്ടൊരു പാരാമീറ്റർ ഉണ്ട്. ട്രാക്കിംഗ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് തുല്യമായി തന്നെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവുക എന്നുള്ള ഒരു പാരാമീറ്ററാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ അകത്ത് നിഫ്റ്റി 64% ഉയർന്നു എന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച ഇപ്പോൾ നിങ്ങൾ IDFCയിലാണ് നിക്ഷേപിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ IDFCയിൽ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് 63% നിങ്ങളുടെ IDFC നിഫ്റ്റി ETF അല്ലെങ്കിൽ ബീസ് ഒക്കെ ഉയർന്നുള്ളൂ എന്ന് വയ്ക്കുക. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? നിഫ്റ്റിയുടെ കൂടെ തന്നെ ട്രാക്ക് ചെയ്തു പോയിട്ടില്ല നിങ്ങൾ നിക്ഷേപിച്ച ഈ ഒരു ETF എന്നാണ്. അപ്പോൾ ആ ഒരു 1% അതിൻ്റെ ട്രാക്കിംഗ് എറർ. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക് ഡാറ്റ എടുത്തിട്ട് ട്രാക്കിംഗ് എറർ വളരെ കുറഞ്ഞ ETF-കൾ നിഫ്റ്റി ബീസ് സെലക്ട് ചെയ്യുക. നിങ്ങളൊരു റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് ഒരു നിഫ്റ്റി ETF-ൻ്റെ
ട്രാക്കിംഗ് എററിൻ്റെ ഒരു കമ്പാരിറ്റീവ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പല പല കമ്പനികളുടെയും. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ കാണാം, നമ്മൾ IDFC ഏകദേശം 1.5% ട്രാക്കിംഗ് എറർ കൊടുക്കുന്നുണ്ട്. അതേസമയം ബാക്കിയുള്ളതൊക്കെ വളരെ കുറവാണ്, 0.2, 0.1 അത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം അതുപോലെയുള്ളതൊക്കെ വളരെ ചെറിയ. അപ്പോൾ ഈ ട്രാക്കിംഗ് എറർ ചില കമ്പനികൾക്കൊക്കെ ചില സമയത്തൊക്കെ വളരെ കൂടുതലായി കണ്ടിട്ടുണ്ട്. ചില കമ്പനികളുടെ ETF-കൾക്ക് ചിലതിൻ്റെ അകത്ത് വളരെ 0.1, 0.2 പോലെയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ട്രാക്കിംഗ് എറർ ഉള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കരുതും യാതൊരു ഗുണവും ഇല്ലേ മ്യൂച്വൽ ഫണ്ടിന് നിഫ്റ്റി ബീസോ അല്ലെങ്കിൽ നിഫ്റ്റി ETF ആയിട്ടോ കമ്പയർ ചെയ്യുമെന്ന്. ഗുണമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഗുണം മ്യൂച്വൽ ഫണ്ടിനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നിഫ്റ്റിയിലുള്ള ഒരു പ്രത്യേക കമ്പനി അടുത്ത ഒരു 2 ആഴ്ചത്തേക്ക് യാതൊരു ഗുണവുമില്ല, അല്ലെങ്കിൽ 2 മാസത്തേക്ക് അത് അണ്ടർ പെർഫോമിങ് ചെയ്യാൻ പോവുകയാണ് എന്ന് ഫണ്ട് മാനേജർക്കും മൊത്തം സൊസൈറ്റിക്ക് തന്നെ തോന്നിയാൽ പോലും നിഫ്റ്റി ബീസിന് അത് മാനേജ് ചെയ്യുന്ന കമ്പനിക്ക് ആ ഒരു കമ്പനി ഒഴിവാക്കാൻ കഴിയില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് അടുത്ത എന്തെങ്കിലും വളരെ മോശപ്പെട്ട മാർജിൻസ് വരാൻ പോകുന്നുള്ളത് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് അറിയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട ന്യൂസ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അടുത്ത ക്വാർട്ടറിലെ റിസൾട്ട് മോശമാകുമെന്ന് ഉറപ്പുണ്ട്. ഒരു 10 മുതൽ 15% വരെ ഇത് താഴേക്ക് പോകുമെന്നുള്ള ഉറപ്പുണ്ട്. അങ്ങനത്തെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നിഫ്റ്റി ബീസ് നടത്തുന്ന ഫണ്ട് മാനേജർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് അതേപോലെ തന്നെ ഹോൾഡ് ചെയ്യണം. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ അതിൻ്റെ അകത്തുള്ളൊരു ബെനിഫിറ്റ്, സ്ട്രക്ചറൽ ഫണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരു ബെനിഫിറ്റ്, താഴേക്ക് പോകുമെന്ന് ഉറപ്പുള്ള ആ ഒരു പ്രത്യേക സ്റ്റോക്കിനെ എടുത്തു മാറ്റി മറ്റൊരു മെച്ചപ്പെട്ട സ്റ്റോക്കിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയും. ഇത് മ്യൂച്വൽ ഫണ്ടിൽ കഴിയും. പക്ഷേ നിഫ്റ്റി ETF, നിഫ്റ്റി ബീസിന് ഇത് കഴിയില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് മ്യൂച്വൽ ഫണ്ടിന് നമ്മൾ ഈ നിഫ്റ്റി ETF-മായി കമ്പയർ ചെയ്യുമ്പോൾ. ബാക്കി എക്സ്പെൻസ് റേഷ്യോയുടെ കേസിലാണെങ്കിലും ലിക്വിഡിറ്റിയുടെ കേസിലൊക്കെ ആണെങ്കിലും നിഫ്റ്റി ETF തന്നെ ഇൻഡെക്സ് ഫണ്ടുകളെക്കാളും മെച്ചപ്പെട്ടതായി തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പറയാനുള്ളത് ഇതിന് ടാക്സേഷനെ കുറിച്ചാണ്. ETF ആണെങ്കിലും ടാക്സേഷനെല്ലാം ഒരേപോലെ തന്നെയാണ്. 1 വർഷത്തിൻ്റെ മുമ്പാണെങ്കിൽ, അതായത് 12 മാസത്തിൻ്റെ മുമ്പാണെങ്കിൽ STCG ആണ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആപ്ലിക്കബിൾ ആണ്. 1 വർഷത്തിൻ്റെ മുകളിലാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ആപ്ലിക്കബിൾ ആണ്. അടുത്തതായി ഇനിയിപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതും സെല്ല് ചെയ്യുന്നതും എന്നുള്ളതാണെങ്കിൽ, നമ്മൾ സാധാരണ സ്റ്റോക്കൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഇത് നമുക്ക് പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യാം. ഇവിടെ നിന്നിട്ട് നമുക്ക് സ്റ്റോക്ക് സെർച്ച് കൊടുക്കുക. അപ്പോൾ നിഫ്റ്റി ബീസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ബീസ് NSEയിലെയും BSEയിലെയും വരും. ഇപ്പോൾ NSEയിലാണെങ്കിൽ NSEയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബൈ സെല്ലോ ഓപ്ഷൻ വരും. ബൈ ആണെങ്കിൽ ബൈ ചെയ്യുക, വിലയും ഇതൊക്കെ കാണിക്കും. അതിനകത്ത് ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ സ്റ്റോക്ക് വാങ്ങിക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും നിഫ്റ്റി ബീസും വാങ്ങിക്കാനും വിൽക്കാനും ഉള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിഫ്റ്റി ബീസിനെ കുറിച്ചും ഈ ETF-കളെ കുറിച്ചും ഇൻഡെക്സ് ETF-കളെ കുറിച്ചും ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Please subscribe and click on the bell icon for more videos.